പ്രാചീനകാലത്തെ ഒരു മഴക്കാലം. പ്രഭാതത്തിൽ മണ്ണിൽ പൊട്ടിമുളച്ച വെള്ളമുകുളങ്ങളെ മനുഷ്യൻ ഭക്ഷണമാക്കി. രുചികരമായ ഒരു ഭക്ഷ്യവസ്തു എന്നതിലുപരി അന്നവർ കഴിച്ച കൂണിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് അവർക്കറിയില്ലായിരുന്നു. നമ്മുടെ ആഹാര പദാർത്ഥങ്ങളൊക്കെ കേടാകുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ പൂപ്പൽ പോലെ പടരുന്ന ഫംഗസ് ഇനത്തിൽപ്പെട്ട ഹരിതകമില്ലാത്ത സസ്യങ്ങളാണ് കൂണുകൾ. അപ്പോൾ ഈ ഫംഗസ് ഇനത്തിൽപ്പെട്ട കൂണുകൾ ഭക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ള ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായേക്കാം. ഇതേ സംശയം പഴയകാലത്തെ ആരോഗ്യശാസ്ത്രജ്ഞർക്കും ഉണ്ടായി. അവർ അതേക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയും അതിൽ നിന്നും കണ്ടെത്തിയ പഠനഫലങ്ങൾ അവരെ ഞെട്ടിച്ചതായിരുന്നു എന്നുള്ളതായിരുന്നു വാസ്തവം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടനവധി പോഷകമൂല്യങ്ങൾ കൂണിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, മാരക രോഗങ്ങളെപ്പോലും ശമിപ്പിക്കാനുള്ള ശേഷി കൂണിനുണ്ട് എന്ന് ശാസ്ത്രലോകം കണ്ടെത്തുകയുണ്ടായി. ക്യാൻസർ മുതൽ ഹൃദ്രോഗം വരെ വിവിധ രോഗങ്ങൾക്കുള്ള പ്രതിരോധ ഔഷധമാണ് കൂൺ. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള കൂണുകൾ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കോവിഡ് പോലുള്ള മഹാവ്യാധികളെ ചെറുക്കാനും കൂൺ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ സാധ്യമാകും. കൂണിൽ കൊഴുപ്പും കൊളസ്ട്രോളും അടങ്ങിയിട്ടില്ലാത്തതിനാൽ മാംസഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് കൂൺ കഴിക്കാവുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന നാരുകളും എൻസൈമുകളും കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു. കൂണുകളിൽ ഉയർന്ന അളവിൽ ഇൻസുലിൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. കൂണുകളിൽ ബീറ്റാ ഗ്ലൂക്കോസും ലിനോലൈക് ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഇവ ക്യാൻസറിനെ ചെറുക്കാനും ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കാനും സഹായിക്കുന്നു. ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് കൂൺ. നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താനും തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾ തടയാനും കൂൺ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോടെ സാധ്യമാകും. ആയുർവേദ വിധിപ്രകാരം ഉദരസംബന്ധമായ മിക്കവാറും അസുഖങ്ങൾക്കും കൂൺ നല്ലതാണ്. കൊഴുപ്പോ കാർബോഹൈഡ്രേറ്റുകളോ കൂണിലില്ലാത്തതുകൊണ്ട് തടി കുറയ്ക്കാനായി ഡയറ്റ് ചെയ്യുന്നവർ കൂൺ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഒരുപാട് ഔഷധ മൂല്യങ്ങളും പ്രതിരോധ ശക്തിയുമൊക്കെ ശരീരത്തിന് പ്രദാനം ചെയ്യുന്ന കൂണുകൾ മാനവരാശിക്ക് മുഴുവൻ ലഭ്യമാകാൻ പര്യാപ്തമായിരുന്നില്ല. കാരണം വർഷത്തിലൊരിക്കൽ മാത്രം മണ്ണിൽ പൊട്ടിമുളയ്ക്കുന്ന കൂണിൻ്റെ അളവ് വളരെ വിരളമായിരുന്നു. ഈ കൂണുകൾ മനുഷ്യരിലേക്ക് മുഴുവൻ എത്തിക്കാൻ വേണ്ടി നടത്തിയ ഗവേഷണങ്ങൾക്കൊടുവിൽ കൂൺ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് മാർക്കറ്റിലെത്തിക്കാൻ കാർഷിക ലോകത്തിന് കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ഇനം കൂണുകൾ ഉണ്ടെങ്കിലും അതിൽ വളരെ കുറച്ച് മാത്രമാണ് ഭക്ഷ്യയോഗ്യമായവ. വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നതും പ്രകൃതിയിൽ നിന്ന് ലഭ്യമായതുമായി ഒരു 3-4 ഇനം കൂണുകളാണ് നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ളത്. മഴക്കാലത്ത് മണ്ണിൽ വീണ് കിടക്കുന്ന കരിയിലകളിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്ന അരിക്കൂണുകളാണ് അവയിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് മഴക്കാലത്ത് കൃഷി ചെയ്ത് മാർക്കറ്റിലെത്തിക്കുന്ന ചിപ്പിക്കൂണുകളാണ്. വേനൽക്കാലത്ത് വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് മാർക്കറ്റിൽ ലഭ്യമായ പാൽക്കൂണുകളാണ് മൂന്നാമത്തേത്. 18 ഡിഗ്രിയിൽ താഴെ തണുപ്പുള്ള കാലാവസ്ഥകളിൽ മാത്രം വളരുന്ന ബട്ടൺ മഷ്റൂമാണ് നാലാമത്തേത്. ഈ 4 ഇനം കൂണുകളാണ് പ്രധാനമായും നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്നത്. ഗുണങ്ങൾ മാത്രമല്ല, അതീവ രുചിയുള്ള ഒരു ഭക്ഷണം കൂടിയാണ് കൂൺ. കൂൺ തീയൽ, കൂൺ തോരൻ, കൂൺ മെഴുക്ക് പുരട്ടി, മഷ്റൂം റോസ്റ്റ്, മഷ്റൂം മസാല തുടങ്ങി വിവിധ വിഭവങ്ങൾ കൂൺ കൊണ്ടുണ്ടാക്കാം. ഇറച്ചിയുടെ അതേ രുചിയായതിനാൽ പച്ചക്കറിക്കൂടയിലെ നോൺ വെജിറ്റേറിയൻ എന്നാണ് കൂണിൻ്റെ വിളിപ്പേര്. കൂൺ ഉപയോഗിച്ച് ഒരുപാട് രുചികരമായ ഭക്ഷ്യ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാനാകും. അവയുടെയൊക്കെ റെസിപ്പികൾ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ ലഭ്യമാണ്. മഷ്റൂം റെസിപ്പി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂൺ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ രുചികരമായ ഭക്ഷണങ്ങളുടെ റെസിപ്പി നമുക്ക് ലഭ്യമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് കടന്ന് നിങ്ങളുടെയൊക്കെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. നമ്മുടെയൊക്കെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഭക്ഷ്യവിഭവമാണ് കൂൺ. അത് കഴിക്കുകയും നമ്മുടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.